എല്ലാവർക്കും നമസ്കാരം. സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് പച്ചക്കറികൾ മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയാണ്. അതിലേക്ക് ഒരു തൊണ്ട് വെളുത്തുള്ളി എടുത്തിട്ട് അത് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഏത് കായം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്ത് എടുക്കേണ്ടതുണ്ട്. നമ്മളത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ തേങ്ങ വറുക്കണ സമയത്ത് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം. നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ നന്നായി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ തേങ്ങയൊക്കെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഈ തേങ്ങയൊക്കെ ഒരു കളറ്, നല്ലൊരു കളറില്ലേ. ഇത് നമ്മുടെ സാമ്പാറിനും ഈ കളറ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാറായി ആവും. ഇനി നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഉരുളിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളിയിലാണ് നമ്മൾ സാമ്പാർ വെക്കുന്നത് കേട്ടോ. നമ്മൾ വഴുതിരിങ്ങ, തക്കാളി, വെണ്ടക്ക, ക്യാരറ്റ് മാത്രമേ സാമ്പാറിന് കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുള്ളൂ. വാഴക്ക എടുത്തിട്ടുണ്ട്. വാഴക്ക പറയാൻ ഇട്ടുപോയതാണ്. നമുക്ക് അതിലേക്ക് കുറച്ച് പുളി വേണം. അത് വെള്ളത്തിലിട്ട് വെക്കണം. നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, സാമ്പാർ പൊടി 1/2 ടീസ്പൂണാണ്, മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പരിപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറവിടണം. അതിനു വേണ്ടി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക്, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളെ കിച്ചണിൽ വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്കിത് കിച്ചണിലും വർക്ക് ഏരിയയിലൊക്കെ ഉള്ള ടാപ്പിന് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ റബ്ബറും ഡിഷ് വാഷൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കാനൊക്കെ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ 12 സ്ക്രബർ വരുന്നുണ്ട്. ഈ സ്ക്രബർ യൂസ് ചെയ്താൽ പാത്രങ്ങൾക്കൊന്നും സ്ക്രാച്ച് വരൂല. അപ്പോൾ ഈ സിങ്ക് ഓർഗനൈസറിനും 12 സ്ക്രബറിനും വെറും 299 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ വില 499 രൂപയാണ്. നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് 299 രൂപയ്ക്ക് ഓഫറിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. നമുക്കിതിലെ ഒരു സ്ക്രബർ 3 മാസം വരെ
ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.